പുനഃസംഘടനാ ചർച്ചകൾക്കായി കെപിസിസി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇന്ന് ഡൽഹിയിൽ. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഈ ആഴ്ച തന്നെ പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത. പരാതികൾ ഉയർന്നാൽ അത് കാര്യമാക്കേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. കെപിസിസിയുടെ മുൻ അധ്യക്ഷന്മാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവും കെപിസിസി അധ്യക്ഷനും പാർട്ടി പുനഃസംഘടനാ ചർച്ചകൾക്കായി ഡൽഹിയിലെത്തുന്നത്. കെപിസിസിക്ക് പുതിയ ജനറൽ സെക്രട്ടറിമാരും ട്രഷറർമാരും വരും. മുതിർന്ന നേതാക്കൾക്കൊപ്പം വനിതാ യുവജന പ്രാതിനിധ്യവും ഉറപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർക്ക് ചുമതലകൾ നൽകി സംഘടനാ തലത്തിൽ സജീവമാക്കും. മികച്ച പ്രവർത്തനം നടത്താത്ത 10 DCC അധ്യക്ഷന്മാരാണ് മാറുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പുതിയ അധ്യക്ഷന്മാർ വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നയിക്കുക ഈ DCC അധ്യക്ഷന്മാരാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ DCC അധ്യക്ഷന്മാരെ മാറ്റരുത് എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നെങ്കിലും തൽക്കാലം അത് കണക്കിലെടുക്കേണ്ടെന്നാണ് തീരുമാനം. പുനഃസംഘടനയിൽ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് കെപിസിസി നേതൃത്വത്തിന്റെ നീക്കം. പട്ടിക കൈമാറുക, അംഗീകാരം കിട്ടിയാൽ AICCയെ കൊണ്ട് തന്നെ പ്രഖ്യാപനം നടത്തിക്കുക. വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ച അതേ രീതി പിന്തുടർന്ന് പരാതികൾ ഒഴിവാക്കാനാണ് നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.